ഇന്ത്യക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക നേടിയ 30 റൺസിന്റെ അവിശ്വസനീയ വിജയത്തിന് പിന്നിലെ നിർണായകമായ തന്ത്രവും മനോഭാവവും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ സൈമൺ ഹാർമർ. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെറും 3 ദിവസം മാത്രം നീണ്ടുനിന്ന മത്സരത്തിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ മേധാവിത്വത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കൻ ടീം വിജയം പിടിച്ചെടുത്തത്. ടീമിന്റെ കൂട്ടായ പരിശ്രമവും ക്യാപ്റ്റൻ ടെംബ ബവുമയുടെ നിർണായകമായ ബാറ്റിംഗ് പ്രകടനവുമാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് ഹാർമർ ടോക്ക് സ്പോർട്ട് ക്രിക്കറ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മത്സരത്തിന്റെ 2ാം ദിവസം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീം തീർത്തും പരിതാപകരമായ നിലയിലായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 93 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകൾ നഷ്ടമായ അവസ്ഥയിൽ മത്സരം ഇന്ത്യയുടെ കൈപ്പടിയിൽ ഒതുങ്ങിയെന്ന് ഏവരും വിധിയെഴുതി. ഇന്ത്യൻ മാധ്യമങ്ങളടക്കം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വിലയിരുത്തി. ഈ നിരാശാജനകമായ അവസ്ഥയിലും ടീം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പുലർത്തിയ പോസിറ്റീവ് മനോഭാവമാണ് ഹാർമർ എടുത്തു പറയുന്നത്. 2ാം ദിവസം അവസാനിച്ചപ്പോൾ തന്നെ ടീം ഒരു മിന്നുന്ന കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ മത്സരത്തിന്റെ ഫലം മാറ്റാൻ കഴിയുമെന്ന് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ വിശ്വസിച്ചിരുന്നു. മത്സരം തീർന്നുവെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ വിധി എഴുതിയെങ്കിലും ഒരു നല്ല കൂട്ടുകെട്ടുണ്ടായാൽ കളി തിരിച്ചു പിടിക്കാമെന്ന ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു, ഹാർമർ പറഞ്ഞു. ഈ തന്ത്രം നടപ്പാക്കുന്നതിൽ ടീം ക്യാപ്റ്റൻ ടെംബ ബവുമ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിന്ന് 2ാം ഇന്നിംഗ്സിൽ നായകൻ ടെംബ ബവുമ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ നിർണായകമായ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കൻ സ്കോർ 150ലേക്ക് കടക്കാൻ സഹായിച്ചത്. ബവുമയുടെ ഈ ഒറ്റയാൾ പ്രകടനം ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുകയും മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരാൻ സഹായിക്കുകയും ചെയ്തു. ബാറ്റിംഗ് തകർച്ച നേരിട്ട ടീമിന് ബവുമയുടെ ഈ ഇന്നിംഗ്സ് ഒരു താങ്ങും തണലുമായി മാറി. ബവുമയുടെ ബാറ്റിംഗ് പ്രകടനം ടീമിനൊരു പ്രതീക്ഷ നൽകിയെങ്കിൽ ബൌളിംഗ് വിഭാഗത്തിൽ മാർക്കോ ജാൻസൺ തീ തുപ്പുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിനു ശേഷം ബൌളിനിറങ്ങിയ ജാൻസൺ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ തുടക്കത്തിൽ തന്നെ വിള്ളലുകൾ വീഴ്ത്തി. ഇന്ത്യയുടെ 2 പ്രധാന വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ ജാൻസൺ വീഴ്ത്തിയത് ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽക്കൈ നൽകി. ജാൻസന്റെ പ്രഹരങ്ങൾക്കിടയിൽ ഇന്ത്യൻ ടീമിന് മറ്റൊരു തിരിച്ചടിയെ ശുഭ്മാൻ ഗില്ലിന് പരിക്കിനെ തുടർന്ന് കളിക്കാനാകില്ല എന്ന സാഹചര്യവും വന്നു. ഇതോടെ ഇന്ത്യൻ സ്കോർ ഒരൊറ്റ റൺസിൽ 3 വിക്കറ്റ് എന്ന പരിതാപകരമായ നിലയിലേക്ക് കൂപ്പുകുത്തി. ഈ സമയത്താണ് ദക്ഷിണാഫ്രിക്കൻ ടീമിന് മത്സരത്തിൽ വിജയ സാധ്യതയുണ്ടെന്ന് ഹാർമറും കൂട്ടരും തിരിച്ചറിഞ്ഞത്. കളിയുടെ ഓരോ ഘട്ടത്തിലും ടീമിന്റെ എല്ലാ വിഭാഗത്തിലുള്ളവരും നൽകിയ മികച്ച സംഭാവനയാണ് ഈ അവിസ്മരണീയമായ വിജയത്തിന് പിന്നിലെന്ന് ഹാർമർ അടിവരയിട്ട് പറയുന്നു. ബവുമയുടെ ബാറ്റിംഗ്, ജാൻസന്റെ ബൌളിംഗ്, സ്പിന്നർമാർ നൽകിയ പിന്തുണ, ഫീൽഡർമാരുടെ പ്രകടനം എന്നിവയെല്ലാം കൃത്യമായ ടീം പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. ഈഡൻ ഗാർഡൻസിലെ പിച്ച് ബാറ്റ്സ്മാൻമാരെക്കാൾ ബൌളർമാരെ അമിതമായി പിന്തുണയ്ക്കുന്നതായിരുന്നു. ഇതാണ് ടെസ്റ്റ് മത്സരം വെറും 3 ദിവസം കൊണ്ട് അവസാനിക്കാൻ കാരണമായത്. ഇരു ടീമുകളുടെയും ബാറ്റ്സ്മാൻമാർ പിച്ചിന്റെ സ്വഭാവം കാരണം റൺസ് കണ്ടെത്താൻ പാടുപെടുന്നത് കാണാമായിരുന്നു. ഒടുവിൽ നാടകീയമായ 3ാം ദിവസത്തെ പോരാട്ടത്തിന് ശേഷം 30 റൺസിന്റെ നേരിയ വ്യത്യാസത്തിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് 1ാം ടെസ്റ്റിൽ പരാജയം സമ്മതിച്ചത്. ആദ്യ ഇന്നിംഗ്സിലെ ലീഡ് ഉണ്ടായിട്ടും 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് നിരയുടെ കൂട്ടായ തകർച്ച ഇന്ത്യക്ക് തിരിച്ചടിയായി. 1ാം ടെസ്റ്റിലെ തോൽവിയോടെ ഇനി വരാനിരിക്കുന്ന 2ാം ടെസ്റ്റ് ഇന്ത്യക്ക് ഏറെ നിർണായകമാണ്. ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പര നഷ്ടമാകും. നിലവിലെ ടീമിന്റെ ഫോമും പിച്ചിന്റെ സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ 2ാം ടെസ്റ്റ് ഇന്ത്യക്കൊരു അഗ്നി പരീക്ഷയായിരിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ 2ാം ടെസ്റ്റിന് നവംബർ 22 മുതൽ ഗുവാഹത്തിൽ തുടക്കമാകും. ഈ മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി പരമ്പര സമനിലയിലാക്കാനാകും ഇന്ത്യൻ ടീം ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും കളി കൈവിട്ടെന്ന് കരുതാതെ അവസാനം വരെ പോരാടാനുള്ള ടീം സ്പിരിറ്റാണ് വിജയത്തിന് കാരണമെന്ന് ഹാർമർ കൂട്ടിച്ചേർത്തു. സമ്മർദ്ദങ്ങൾക്കിടയിൽ വ്യക്തിഗത പ്രകടനങ്ങൾ എങ്ങനെ ഒരു ടീമിന്റെ കരുത്ത് പകരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ടെസ്റ്റ് മത്സരം.